ഇത് എൻ്റെ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ധാവണി സെറ്റാണ് ചെയ്യുന്നത്, ഒരു സ്കേർട്ടും ടോപ്പും ധാവണിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സാരിയിൽ എങ്ങനെയാണ് ധാവണിയും സ്കേർട്ടും അതുപോലെ ബ്ലൗസും ഒക്കെ എടുക്കാൻ പറ്റുക. പക്ഷേ എൻ്റെ കസ്റ്റമർക്ക് വെറും 3 വയസ്സേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് കസ്റ്റമറാണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞൊരു കസ്റ്റമറിന് ധാവണി സെറ്റ് ചെയ്യുന്നത്. അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും തീരെ കുഞ്ഞു വാവയ്ക്കൊരു ധാവണി സെറ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാരിയിൽ തന്നെ 3 പോർഷനായിട്ട് തന്നെ തുണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കേർട്ടിനും അതുപോലെ ടോപ്പിനാണെങ്കിൽ ബ്ലൗസ് പീസ് തന്നെ കിട്ടി. പിന്നെ മുന്താണിയുടെ പോർഷനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്വരത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ കോൾഡൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുവാണ്. പിന്നെ സ്കേർട്ടാണെങ്കിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇലാസ്റ്റിക്കും വെച്ച് ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലൗസ് ആണെങ്കിൽ സാധാരണ സിമ്പിളായിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഡ്രസ്സ് തയ്ക്കാനൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചുരിദാറും ബ്ലൗസും തയ്ച്ച് വെച്ചിരിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ പ്രത്യേക ഒരു ത്രില്ലാണ്. അപ്പം കുഞ്ഞു പിള്ളേർക്കാകുമ്പോൾ നമ്മൾ എത്രത്തോളം ഡിസൈൻസൊക്കെ അതിൽ കുത്തിത്തിരി കയറ്റാവോ അതെല്ലാം ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ഞാൻ മാത്രമായിരിക്കില്ല, എല്ലാ ടൈലേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് എന്തായാലും ഞാൻ ഒരുപാട് അങ്ങനെ ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ്. പിന്നെ ബാക്കിലൊരു ബോയ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ സ്ലീവ് ആണെങ്കിലും തന്നെ കുഞ്ഞ് സ്ലീവാണ്. പഫ് സ്ലീവ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുന്താണിയുടെ പോർഷനിൽ എടുത്തിട്ടാണ് സ്ലീവും ബോയുമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോളാണെങ്കിലും ചെറിയൊരു പീസ് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 2 സൈഡും ബോർഡറൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുത്തു. പിന്നെ സ്കേർട്ട് പ്ലീറ്റ് എടുത്ത് ഹൈൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇലാസ്റ്റിക്കൊക്കെ കൊടുത്ത് കുഞ്ഞു പ്ലീറ്റ് ആയതുകൊണ്ട് ബോർഡറിൻ്റെ ചുളുക്കുകളൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി. അതുപോലെ ക്രോപ്പ് ടോപ്പും നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ധാവണി സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമറെ കൂടെ നോക്കാം. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് കസ്റ്റമർ. നല്ല മിടുക്കി മോളായിരുന്നു കേട്ടോ. അപ്പോൾ ഇട്ടപ്പോഴും നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. അതുപോലെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല സന്തോഷത്തിലായിരുന്ന ആൾ. അതുപോലെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം മോളുടെ പിക്ക് ഇതാണ്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.